ചെമ്പാവ് പുന്നെല്ലിൻ ചോറ് നിന്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പൂച്ചിരിയോ മുളകരച്ചൊരുക്കിയ പരമീനും കറി കൂട്ടി ചേരിത് കൊണ്ടിടം കണ്ണ് തുടിച്ചവനേ. സൊമാലിയിലെ പട്ടിണി പാവങ്ങളുടെ ആഹാരത്തിനോടുള്ള ആർത്തിയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 25 വർഷമായി ഇവിടെ അരി എന്ന പദാർത്ഥം ലഭിച്ചിട്ട് ഇന്നാണ് അവർ ആദ്യമായി ചോറ് തന്നെ കാണുന്നത്. ഇവിടെ ആഹാരം സുലഭമായി കിട്ടാത്തൊരു ഒരു വസ്തുവായതുകൊണ്ട് വിശപ്പ് എന്തെന്ന് ഇവർക്ക് ഒരു അപരിചിതമായ കാര്യമല്ല. ഗുജറാത്തിൽ നിന്നും ഭൂകമ്പത്തെ തുടർന്ന് നാട്ടിലെത്തിയ അംബരീഷ് ഇപ്പോഴാണ് മുരിങ്ങ ആദ്യമായി തിന്നുന്നത്. വന്ന ആശ്രയ് ജെയിൻ അവിടെ അന്നം എന്താന്ന് അറിഞ്ഞുകൂടാ, വീട്ടിൽ പട്ടിണിയും പരോട്ടവുമാണ്. 6ാം ക്ലാസ് മുതൽ അനാഥാലയത്തിൽ വളർന്ന കുട്ടിയാണ് രാഹുൽ. ആഹാരം, അവിടുത്തെ ജീർണിച്ച ആഹാരവും മറ്റു പരിസ്ഥിതികളും അവനെ വല്ലാതെ മാറ്റിയിരിക്കുന്നു. ഇപ്പൊ ആഹാരം കണ്ടു കഴിഞ്ഞാൽ അവന് ഭ്രാന്താണ്. ഇത്രയും നാളുകൾക്ക് ശേഷം ഫുഡ് കഴിച്ചപ്പോ എന്താണ് അംബരീഷിന് പറയാനുള്ളത്? બહુ આધાર છું ને મને બહુ ભૂખ લાગી છે, તો એટલા માટે હું બહુ દિવસ પછી ખાઉં છું ને પેલો છે ને 2002 માં એ થયો ને તો એના પછી હું નમસ્કાર ભાઈ. ನಂಗೆ ಇವತ್ತು ಮಧ್ಯಾಹ್ನ ಊಟ ಮಾಡಕ್ಕೆ ಆಗಿಲ್ಲ, ತುಂಬಾ ಕೆಲಸ ಇತ್ತು, ಅದಕ್ಕೋಸ್ಕರ ನಂಗೆ ಫುಡ್ ತಿನ್ನಕ್ಕೆ ಆಗಿಲ್ಲ. ಅವಾಗ ಇವತ್ತು ಶ್ರೀರಂಜನಿ ನಂಗೆ ಫುಡ್ ಕೊಟ್ಟಿತ್ತು, ನಾವು ರೂಮಲ್ಲಿ ಎಲ್ಲರೂ ಸರ್ ತಿಂತು, ಒಳ್ಳೆ ಹೊಟ್ಟೆ ಸಿಗ್ತಾ ಇತ್ತು, ಚೆನ್ನಾಗಿ ಒಳ್ಳೆ ಫುಡ್ ಆಗಿತ್ತು, ಸೂಪರ್ ಫುಡ್ ಆಗಿತ್ತು, ಚೆನ್ನಾಗಿ ತಿಂದೆ, ಹೊಟ್ಟೆ ಫುಲ್ ಆಗಿದ್ದೀನಿ. ಹಿಂಗೆ ಶ್ರೀರಂಜನಿಗೆ ಥ್ಯಾಂಕ್ಸ್. അതിനെ ചോദിച്ചാല് മറ്റേ കൊറേ കാലം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇപ്പൊ വരാത്ത വിശപ്പാണ്. അങ്ങനെ എനിക്കിപ്പോ ഈ ശ്രീരഞ്ജി എന്ന് പറഞ്ഞ ഒരു കുട്ടി ഉണ്ട് അപ്പൊ നമ്മളെ ക്ലാസ്സില്, ഓള് വന്നിട്ട് നമുക്ക് ഇങ്ങനെ ഫുഡ് തന്നെ അങ്ങനെ വലിയ കാര്യമായിരുന്നു. അത് ശ്രീരഞ്ജി വന്നോണ്ടാ ഇപ്പൊ വിശപ്പുള്ള ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്. ശ്രീരഞ്ജിക്ക് വലിയ കാര്യമാണെന്നപ്പാ. അത് പിന്നെ നമുക്കറിയാവോ, നമ്മള് 3 മാസമായി നല്ല ഭക്ഷണം കഴിച്ചിട്ട്. നല്ലൊരു ഭക്ഷണം എന്താ, റോഡിൽ കൂടെ ഒക്കെ പോകുമ്പോൾ നല്ല മണം കിട്ടുക എന്നുള്ളത് നമ്മൾ ഇതൊരു നല്ല ഫുഡിന്റെ ടേസ്റ്റ് കണ്ടിട്ടില്ല. ഇന്ന് നമ്മുടെ ശ്രീരഞ്ജി എന്ന് പറഞ്ഞൊരു കുട്ടി നമ്മുടെ ക്ലാസ്സിലുണ്ട്. ആ കുട്ടിയാണെങ്കിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നപ്പോ അവന്റെ അച്ഛനെ കഷ്ടപ്പെട്ട് ഒരു പൊതി ചോറ് കൊണ്ടുവന്നാ. എന്നാ ടേസ്റ്റ് എന്നൊന്ന് കഴിക്കേണ്ടതാണ്. ശ്രീരഞ്ജിനി താങ്ക്സ്. സത്യത്തിൽ എന്താ നടന്നത്? അത് ഇതിങ്ങനെ നമ്മള് റൂമിലേക്ക് വന്നപ്പോഴേ നമ്മൾ മാത്രമേ ഉള്ളായിരുന്നു. നമ്മൾ പിള്ളേരെല്ലാം കൂടെ കടിപിടി കൂടുന്ന കണ്ട് എന്തുവാന്ന് ആദ്യം പിടി. ഞാൻ ഓടി വരിക, ഞാൻ അപ്പുറത്തുണ്ടായിരുന്നു. വന്നിട്ട് നോക്കുമ്പോ ഡോർ ഇറങ്ങി കിടക്കാണ്. എന്താ കാര്യം നമുക്ക് അറിയില്ല. QMM ഏതോ പഠിച്ചോണ്ട് നമ്മളപ്പുറത്തിരുന്നപ്പോഴേ ഇവിടെ ഭയങ്കര പ്രശ്നം നടന്നുണ്ട്. അപ്പൊ അമ്മാൻ എന്താ പറഞ്ഞു, എന്തോ കുട്ടികളെല്ലാം കൂടി എന്ത് ചെയ്യാണ്. വന്നപ്പം ആ കാഴ്ച എന്റെ കണ്ടത് കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഈ വായിക്കുടിക്കാണല്ലോ തിന്നുന്നത്, ഇതൊരു മാതിരി മൂക്കിക്കൂടി എന്തൊക്കെയാ കാണിക്കണേ. സത്യം പറഞ്ഞാൽ ഇതിങ്ങനെ ഫുഡിന് വേണ്ടി കടിപിടി എന്ന് പറയാൻ 4 പിള്ളേര് കൂടിയിരുന്ന കണ്ണങ്ങ് പറഞ്ഞു പോയി. ഇപ്പൊ എന്താ പറയാനുള്ള? കിട്ടിയില്ല, അപ്പൊ ഇനി കിട്ടാത്തതിന് അല്ലാണ്ട് സാധാരണ ഇങ്ങനെ ഉള്ളതാണ്. ആ കുട്ടിയോട് നന്ദിയല്ല എന്ത് പറയാ, ഉണ്ണികൾക്ക്